അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തു. ഇന്ന് ശനിയാഴ്ച. ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ റുട്ടീനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അദ്ദേഹം വന്നപ്പോൾ കുറച്ച് മലക്കറി വാങ്ങിയിട്ട് വന്നു. അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കൂടുതലൊന്നുമില്ല, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, കുറച്ച് വെളുത്തുള്ളി, ഇതാണ് വാങ്ങിയിട്ട് വന്നത്. അതെല്ലാം വെക്കേണ്ടടുത്ത് വെച്ചിട്ട് അപ്പത്തിന് ആട്ടാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. എല്ലാം ശരിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ ജോലി ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മഴയൊക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടാനില്ല. അപ്പൊ മലക്കറി തന്നെയാണ് ശരണം. അതുകൊണ്ട് മലക്കറി വാങ്ങി വെച്ചിരുന്ന അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനുള്ളതൊന്നും ഞാൻ വാങ്ങിയിരുന്നില്ല. എന്നാലും ഉള്ളത് വെച്ച് ഇവിടെ കുറച്ച് വീട്ടിൽ ഇരിപ്പുണ്ട്, അതും കൂടി വെച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്പത്തിന് ആട്ടാനായിട്ട് 2 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് ആട്ടുന്നത്. അതാണ് എൻ്റെ എപ്പോഴുള്ള കണക്ക്. ഞാൻ അങ്ങനെ ആട്ടിയെടുത്ത് വെക്കാറാണ് പതിവ്. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ അത്യാവശ്യമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് പറയുന്നത്. നബി വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ആൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ ദിക്കർ, അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്കർ ദിവസം രാവിലെ സുബഹിന്റെ സമയത്ത് 101 പ്രാവശ്യം ഓതിയാൽ സമ്പത്ത് നമ്മളെ തേടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വളരെ പ്രയാസത്തോടുകൂടി വന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രമാണിത്. ഇത് ഞാൻ ചൊല്ലാറുണ്ട്, നിങ്ങളും ചൊല്ലുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ.